മസ്കറ്റിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ നല്ല പണി കിട്ടും. വിശദീകരിക്കും നജ്മ. ധന്യ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ അത്ര എളുപ്പമല്ല വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ ഇപ്പം മസ്കത്ത് പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് മസ്കത്ത് മുനിസിപ്പാലിറ്റി പുതിയ പ്രഖ്യാപനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് മസ്കത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ കാത്തിരിക്കുന്നത് മുട്ടൻ പണി എന്നുള്ളതാണ്. നമുക്കറിയാം അവിടെ നഗര ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വലിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അതിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുതന്നെയാണ് മസ്കത്തിൽ ഇനി മാലിന്യം വലിച്ചെറിഞ്ഞാൽ, നേരത്തെ ഉള്ളതിൽ കുറച്ചുകൂടെ ജാഗ്രത വേണമെന്നുള്ളതാണ്. ഇനി മാലിന്യം വലിച്ചെറിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിച്ചെറിയുമ്പോഴും നിയമലംഘനങ്ങളൊക്കെ നടത്തുമ്പോൾ നേരത്തെയും അവിടെ വലിയ നടപടികൾ സ്വീകരിക്കാറുണ്ട്. മുനിസിപ്പാലിറ്റി പിഴ നൽകേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ജാഗ്രത ജനങ്ങൾ പുലർത്തണമെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. മുദ്രാവാക്യവും ഉണ്ട്. ആ ഒരു പദ്ധതിക്ക്, നഗര ശുചിത്വവുമായി ബന്ധപ്പെട്ട ആ ഒരു പദ്ധതിക്ക് ഒരു മുദ്രാവാക്യം മുനിസിപ്പാലിറ്റി നൽകുന്നു. മസ്കത്തിന്റെ ശുചിത്വം കൂട്ടുത്തരവാദിത്തം എന്നുള്ളതാണ്. അതായത് ജനങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു രാജ്യത്തിന്റെ ശുചിത്വം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തമാണ് മസ്കത്തിന്റെ ശുചിത്വം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിൽ കുറേയധികം നിർദ്ദേശങ്ങൾ കൂടി മുനിസിപ്പാലിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നുള്ളത്. മാലിന്യം നിർദ്ദിഷ്ട ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. നമ്മുടെ നാട്ടിൽ നമുക്കത് പരിചിതമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു നിർദ്ദിഷ്ട ബിന്നുകൾ ഉണ്ടാകും. അതുപോലെ ജൈവ മാലിന്യങ്ങൾക്ക് പ്രത്യേക ബിന്നുകൾ ഉണ്ടാവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഭക്ഷണാവശിഷ്ടങ്ങൾക്ക് ഒരു നിർദ്ദിഷ്ട ബിന്നുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അത് കൃത്യമായ ബിന്നുകളിൽ ആ മാലിന്യം നിക്ഷേപിക്കണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ ആദ്യം പറയുന്നത്. രണ്ടാമത്, നിക്ഷേപിക്കും മുമ്പ് മാലിന്യ സഞ്ചികൾ അടയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. നമ്മൾ മാലിന്യം ഉപേക്ഷിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധ കാണിക്കുമെങ്കിലും അത് എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ കവറുകളിലൊക്കെ നമ്മൾ മാലിന്യം ഉപേക്ഷിക്കുമ്പോൾ അത് കെട്ടിവെക്കാതെയോ അടയ്ക്കാതെയൊക്കെ ഈ ബിന്നുകളിൽ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടികളും പൂച്ചകളൊക്കെ അത് എടുക്കുന്നു, അത് പുറത്തോട്ട് വലിച്ചിടുന്നു, അത് റോഡുകളിൽ വീണ്ടും അത് വലിച്ചെറിയപ്പെടുന്നു, അത് റോഡുകളിൽ പരക്കുന്നു, നടന്നു പോകുന്ന യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, കാനകളിലേക്ക് ഈ വേസ്റ്റുകൾ എത്തുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ മാലിന്യം ഉപേക്ഷിക്കുമ്പോൾ അത് കെട്ടിവെക്കുക അല്ലെങ്കിൽ അടച്ചു വേണം അത് ഉപേക്ഷിക്കാൻ എന്നുള്ളത് കൂടി നിർദ്ദേശത്തിൽ പറയുന്നു. മറ്റൊന്ന്, നിർദ്ദേശത്തിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീടിന് മുന്നിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നമുക്കത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും വീടിൻ്റെ അകത്ത് നിന്നും നമ്മുടെ വേസ്റ്റുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊന്നും നമ്മളൊരു നമ്മുടെ ബാധ്യതയിൽപ്പെടുന്ന ഒരു കാര്യമായിട്ട് എപ്പോഴും നമ്മൾ എടുക്കാറില്ല. പക്ഷെ അതിൽ കൂടെ നമ്മൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരം എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ള ആളുകളെ കൂടി ഇത് ബാധിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അതിൽ കൂടെ നമ്മൾ മാന്യമായിട്ട് കുറച്ചുകൂടെ പെരുമാറേണ്ടതുണ്ട് എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. വീടിന് മുന്നിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ളതാണ്. അടുത്തതായി, മാലിന്യ സംസ്കരണം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്കൂളിൽ നിന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ചില ശീലങ്ങൾ നമ്മൾ സ്കൂളിൽ നമുക്ക് ടീച്ചർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം ചില ശീലങ്ങൾ എന്നുള്ളതാണ്. ഒരു മിഠായി കവറാണെങ്കിൽ പോലും ഒരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ നമ്മളൊരു കുട്ടിയെ ശീലിപ്പിക്കും. സ്വാഭാവികമായി ആ കുട്ടി പൊതുസ്ഥലത്തും ആ ഒരു ശീലം പിന്തുടരാൻ ശ്രമിക്കും. അപ്പോൾ അതുതന്നെയാണ് മാലിന്യ സംസ്കരണം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. മറ്റൊന്ന്, മാലിന്യം അടച്ചു വെക്കണം, സുരക്ഷിതമായി കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ മാലിന്യം കെട്ടിവെച്ച് കവറുകളിലൊക്കെ സുരക്ഷിതമായിട്ട് വേണം ബിന്നുകളിൽ ഉപേക്ഷിക്കാൻ. സുരക്ഷിതമായി അത് കൊണ്ടുപോകണം. വാഹനങ്ങളിലാണെങ്കിലും നടന്നൊക്കെയാണെങ്കിലും നമ്മുടെ സഹയാത്രികരെ, സഹസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അത് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. ഇനി നഗര ശുചിത്വത്തിന് സമഗ്ര പദ്ധതി കൂടി മസ്കത്ത് മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ സേവന കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ സേവനം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അത് ഭരണാധികാരികൾ ഒരു നിർദ്ദേശവും നിയമമൊക്കെ കൊണ്ടുവരും, സ്വാഭാവികം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് ശുചിത്വം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അത് നമ്മൾ ജനങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഫീൽഡ് പ്രവർത്തനം മെച്ചപ്പെടുത്തും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, വേസ്റ്റ് ശേഖരിക്കുന്ന ജോലിക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഫീൽഡ് പ്രവർത്തനം കൂടി കുറെ കൂടെ മെച്ചപ്പെടുത്തും. അങ്ങനെയാണ് ശുചിത്വ സമഗ്ര പദ്ധതി കുറെ കൂടെ മെച്ചപ്പെടുത്താനുള്ളൊരു തീരുമാനം മുനിസിപ്പാലിറ്റി എടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്,
യെസ്, അതാണ് നജ്മ. അതായത് എല്ലാ രീതിയിലും നമ്മുടെ ചുറ്റുപാട് മാത്രമല്ല മറ്റുള്ളവരുടെയും ചുറ്റുപാട് ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ ചെലുത്തണം. ഇല്ലെങ്കിൽ വലിയ പിഴയിലേക്കൊക്കെ പോകുമെന്നാണ് മസ്കറ്റിൽ നിന്ന് അറിയുന്ന വിവരം. നജ്മയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.